നമസ്കാരം. ഇന്ത്യയുമായി ലയിക്കണമെന്ന് പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞത് നമ്മുടെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പരാമർശം നടത്തിയത്. മാത്രമല്ല, ഒരു രാജ്യത്തെ പോലും ആക്രമിക്കുന്ന പാരമ്പര്യം ഇന്ത്യക്കില്ല. ആക്രമിക്കാതിരിക്കുക മാത്രമല്ല, ആരുടെ കയ്യിൽ നിന്നും ഒന്നും പിടിച്ചെടുക്കാനും ഇന്ത്യ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. പക്ഷേ POK നമ്മുടേതായിരുന്നു, ഇപ്പോഴും അത് നമ്മുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി പാക് അധീന കശ്മീർ ഉടൻ തന്നെ ലയിക്കുമെന്നുള്ള ആത്മവിശ്വാസം കൂടി രാജ്നാഥ് സിംഗ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ പാക് അധീന കശ്മീരിലും ഗിൽജിത് ബാൾട്ടിസ്ഥാനിലും നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യുണൈറ്റഡ് കശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടി വക്താവായ സർദാർ നസീർ അസീസ് ഖാൻ. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ 55ാമത് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ. മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ UN ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാവണമെന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ കടന്നുകയറ്റം ഈ മേഖലയിലെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ വലിയ ക്രൂരതയാണ് ഇവിടെയുള്ള ജനങ്ങളോട് കാണിക്കുന്നത്. 1947 ഒക്ടോബർ 22 പാകിസ്ഥാൻ കശ്മീർ ആക്രമിച്ചു. അന്ന് മുതൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ഇരകളായാണ് ജീവിതം തുടരുന്നത്. കടുത്ത വൈദ്യുതി ക്ഷാമം ഈ മേഖലയിലുണ്ട്. മാത്രമല്ല, ഗോതമ്പും മറ്റ് അവശ്യ വസ്തുക്കളും മേഖലയിലുള്ള ജനങ്ങൾക്ക് കിട്ടാറേയില്ല. പാകിസ്ഥാൻ കേട്ട ഭാവം കാണിക്കാറില്ല തങ്ങളുടെ പരാതികളോട് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിരോധത്തിന്റെ പേരിൽ പാക് സൈന്യം റിസോർട്ടുകളും വിനോദസഞ്ചാര ഇടങ്ങളും വരെ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നും സർദാർ നസീർ അസീസ് ഖാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഏതാനും ദിവസം മുൻപ് രാജ്നാഥ് സിംഗ് എന്ത് പറഞ്ഞുവോ അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു അക്രമവും നടത്താതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിടിച്ചടക്കലും ഇല്ലാതെ സ്വാഭാവികമായും അവർ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കുമെന്നാണ്. അതുതന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ ഇപ്പോൾ ചർച്ചയാക്കപ്പെടുന്നതും. എന്തായാലും പാകിസ്ഥാനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്.